ഹലോ ഗൈസ്, അപ്പം നമ്മളെല്ലാവരും കല്യാണത്തിന് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഞാൻ ചിരിക്കണോ വേണ്ടേന്ന് വെച്ച് നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ പൊന്നൂസ്. അപ്പം അതേ ഞങ്ങളെല്ലാവരും വണ്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഒത്തിരി ദൂരം ഉണ്ട് കേട്ടോ പെണ്ണിൻ്റെ വീട്ടിലോട്ട്. താനൂരാണ് പെണ്ണിൻ്റെ വീട്. ഞാൻ വീഡിയോ എടുക്കുമെന്ന് നോക്കി നമ്മളെ ചിഞ്ചേച്ചി ഇവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതേ നിൽക്കുന്നതാണ് നമ്മുടെ കല്യാണ ചെറുക്കൻ. അപ്പോൾ കല്യാണ ചെറുക്കൻ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. പുറകിലിതേ നമ്മുടെ അനുമോളും അമ്മും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി പാട്ടൊക്കെ കേട്ടപ്പോഴത്തേക്ക് നമ്മളാകെ പവറായി ഡാൻസൊക്കെ കളിക്കണ്ടേ. നമ്മൾ കസിൻസ് എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയാണ് കേട്ടോ, പാട്ടൊക്കെ വെച്ച് നമ്മൾ ചിൽ മൂടാണ്. അങ്ങനെ നമ്മൾ ചന്ദനയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കല്യാണം നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെറുക്കൻ്റെ പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. കൃഷ്ണപ്രസാദ് എന്നാണ് ചെക്കൻ്റെ പേര്. നമ്മൾ അപ്പു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതേ കല്യാണ പെണ്ണ് സ്റ്റേജിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അപ്പൂൻ്റെയും ചന്ദനയുടെയും കല്യാണം കഴിഞ്ഞു കേട്ടോ. പിന്നെ ബാക്കി ചടങ്ങുകളും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെക്കൻ ഫുൾ ഹാപ്പിയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കസിൻസ് ചെറുതായിട്ട് അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ട്. ഞങ്ങളിത് എവിടെയാണ് പോകണമെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ വന്നിട്ട് അവിടെ ഒരു ആശ്രമമുണ്ട്, ഗുഹ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചോണ്ട് പോവാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി അത് കേട്ടപ്പോഴത്തേക്ക് എല്ലാവരും എക്സൈറ്റഡ് ആയി. അപ്പോൾ എന്തായാലും കാണാൻ പോകാമെന്ന് വിചാരിച്ച്. ഈ ഒരു ആശ്രമം ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പേ തൊട്ടുള്ളതാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അതിനകത്ത് കയറിയിട്ടുണ്ട്. നല്ല സമാധാനവും ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ നമുക്ക് ഈ ഗുഹേനെ കുറിച്ചിട്ട് അധികം ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പോൾ ഈ കാണുന്ന അരികിൽ സ്വാമി ജ്ഞാനാനന്ദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി തപസ് ഇരുന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ആശ്രമത്തെക്കുറിച്ച് അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡ് കിട്ടാത്ത കാരണം കൊണ്ട് നമ്മൾ ചുമ്മാ സംസാരിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അപ്പോൾ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ പോവാണ്. നമ്മുടെ ചന്ദന ആകെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതേ തിരിച്ച് വണ്ടിയിൽ കയറി എല്ലാവരും പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 1.5 മണിക്കൂറിന് ശേഷം നമ്മൾ ചെറുക്കൻ്റെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ വിഷമമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും കൂടെ നല്ല ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ ചേട്ടന്മാരും അവരൊക്കെ കൂടി ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബിന്ദുമായി പെണ്ണിന് വിളക്കൊക്കെ കൊടുത്ത് അകത്തോട്ട് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.